ഹലോ നമസ്കാരം. ഖദീജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് 2-3 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനീമിയൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തളർച്ചയും എല്ലാം കൂടിപ്പോയപ്പോൾ ചെടിപ്പണിയും എല്ലാം തൽക്കാലം നിർത്തിവെച്ചതായിരുന്നു. ഇപ്പോൾ ബ്ലഡൊക്കെ കയറ്റി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ മാറ്റമുണ്ട്. ഇനി റമദാനൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊക്കെ ചെടിപ്പണിയിലൊക്കെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതൊന്നുമല്ല. ഇത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുത്ത് ഇടാൻ തോന്നിയതാണ്. ഇത് ഇഫ്താറിനും പെരുന്നാളിനും ഒക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതൊരു ഡ്രിങ്കായിട്ട് കുടിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ കോരി കഴിക്കും പോലെ അങ്ങനെയും കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയായ ഒരു ഡ്രിങ്ക് തന്നെയാണ്. ഇനി അധികം വെച്ച് നീട്ടുന്നില്ല, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ പാലെടുത്ത് തിളപ്പിച്ച് അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിലേക്ക് കുറച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ലിറ്റർ പാലിൽ നിന്നും പകുതി എടുത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പകുതി പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയ വറുത്തതല്ല ഞാൻ എടുത്തത്, ഞാൻ ഇതുപോലത്തെ സേമിയയാണ് എടുത്തത്. ഇനി വറുത്തത് ഉപയോഗിക്കാം, ഏത് സേമിയയും എടുക്കാവുന്നതാണ്. പാലിൽ നല്ലോണം വേവിച്ച സേമിയയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിലോ അല്ലെങ്കിൽ ചൂടാറിയ വെള്ളത്തിലോ എന്തിനെങ്കിലും ഒന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ കുറച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കട്ട നല്ലോണം കലക്കിയെടുത്ത ശേഷം നമുക്ക് വേവിച്ചു കൊണ്ടിരിക്കുന്ന സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. തിള വന്നതിന് ശേഷം തീ കുറച്ച് വെക്കണം, പിന്നെ തീ കൂട്ടി കൊടുക്കരുത്. ഇത് നല്ലോണം കുറുകി വരുവോളം ഇതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കുറുക്കിയെടുക്കണം. ഈ ഒരു പരുവമാകുന്നത് വരെ കുറുക്കിയെടുക്കണം. അടിയിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഈ ഒരു പരുവമാകുന്നത് വരെ. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 100 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി. അത്രയും മധുരം മതിയെങ്കിൽ ഇനി മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ലോണം മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അധികം മധുരമൊന്നും വേണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കണമെന്നില്ല. തീ ഓഫാക്കാതെ കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലോണം യോജിച്ച് വരട്ടെ. എല്ലാം നല്ലോണം യോജിച്ച് വരാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം കൂടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 10 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ തീ ഓഫാക്കുകയാണ്. വാനില എസൻസ് ഒക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഇനി ചൂടാറാൻ മാറ്റി വെക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത്രയും കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സാബൂനരി കഴുകിയെടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ മണി സാബൂനരിയാണ് എടുത്തത്. സാബൂനരി എന്ന് പറഞ്ഞാൽ ചൊവ്വരിയാണ്. പിന്നെ നല്ല തിളക്കമുള്ള ചെറിയ മണി ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ എടുത്തത്. വലിയ സാബൂനരി എടുത്താൽ അത് കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്താണ് ഞാൻ ഈ സാബൂനരി വേവിച്ചെടുത്തിരിക്കുന്നത്. വേവിച്ചെടുത്ത സാബൂനരി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ട കെട്ടാതെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
ഇനി ഞാൻ കുറച്ച് കറുത്ത കസ്കസ് ഉണ്ടല്ലോ, അത് കുതിർത്ത് വെക്കുന്നുണ്ട്. അത് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. 1/2 ലിറ്റർ പാലിൽ നിന്ന് പകുതി എടുത്താണ് ഞാൻ സേമിയ വേവിച്ചെടുത്തിരുന്നത്. സേമിയ ഞാൻ ഒരു പിടി എടുത്താണ് വേവിച്ചെടുത്തിരുന്നത്. ഒരുപാട് സേമിയ ഒന്നും എടുത്തിരുന്നില്ല. ബാക്കിയുള്ള പാലിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കുകയാണ്. ഈ പാൽ ഇനി വേവിച്ച് വെച്ച സേമിയ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു ഡ്രിങ്കായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു പരുവത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കും പോലെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ ഒരു പരുവത്തിൽ പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇതൊരു ഡ്രിങ്ക് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച കസ്കസ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്കസും കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയും, കറുത്ത മുന്തിരിയും, അതുപോലെ പിന്നെ ഒരു ആപ്പിളും, ഒരു ഉറുമാമ്പഴവും, ഒരു നേന്ത്രപ്പഴവുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ഇനിയും തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ്. ഇത് നമ്മളൊരു രാവിലെയൊക്കെ ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. വൈകുന്നേരം ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ രാവിലെ തന്നെ ചെയ്തെടുക്കണം. എന്നാലേ ഇത് നല്ലോണം തണുക്കുകയുള്ളൂ. നല്ലോണം തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ രുചിയുണ്ടായിരിക്കുക. ഇഫ്താറിനും പെരുന്നാളിനും മാത്രമല്ല, വീട്ടിലൊക്കെ സൽക്കാരമൊക്കെ ഉണ്ടാവുകയാണെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ ഇത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. വീഡിയോക്കും വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇത് നേരത്തെ തന്നെ സെർവ് ചെയ്യുന്നത്. കുറച്ച് ഉറുമാമ്പഴമൊക്കെ ഒന്ന് മുകളിലിട്ട്, എല്ലാ ഫ്രൂട്ട്സും കുറേശ്ശെ മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കസ്കസും കുറച്ച് മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. താങ്ക് യു.